നമ്മൾ നോഡ് പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ആണ്. ആദ്യം നമ്മൾ ലോഗിൻ ചെയ്യണം. mstblockchain.com ലോഗിൻ ചെയ്യാം. അപ്പോൾ ലോഗിൻ പേജ് വന്നു. നമ്മളവിടെ ഫോൺ നമ്പറും ഓട്ടോ സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വന്നാൽ മതി. പിന്നെ ക്യാപ്ച അടിച്ച് കൊടുക്കുക. 7405 ലോഗിൻ കൊടുക്കുക. ലോഗിനായി. നെക്സ്റ്റ് നമ്മൾ റൈറ്റ് സൈഡിലാണ് ഈ 3 ലൈൻ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ്, പർച്ചേസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോഡ് ഇവിടെ എത്ര എണ്ണം പർച്ചേസ് ചെയ്യുന്ന വെച്ചാൽ അവിടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒരെണ്ണം ആണെങ്കിൽ ഒരെണ്ണം. കറക്റ്റ് അതിൻ്റെ റേറ്റും GST ഒക്കെ വന്നു. 1613 വരുന്നത്. ഇപ്പോൾ റേറ്റ് കൂടി വന്നു. ഇപ്പോൾ GST നമുക്ക് വല്ല ഷോപ്പും കാര്യങ്ങളൊക്കെ GST അടയ്ക്കുന്ന ആളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GST നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം. അത് GST ആയിട്ട് കയറിക്കോളും. നെക്സ്റ്റ് പേനോ കൊടുക്കുക. ഇവിടെ ഓഫ്ലൈൻ കൊടുക്കുക. അപ്പോൾ നമുക്കൊരു QR കോഡ് തരും. ഈ QR കോഡ് എന്ത് ചെയ്യാം? സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് 2-3 നോഡ് പർച്ചേസ് ചെയ്യുന്ന ആളുകളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? ഈ QR കോഡ് എടുത്തിട്ട് നമ്മൾ തന്നെ സ്കാൻ ചെയ്താൽ ചിലപ്പോൾ സ്കാൻ ആവില്ല. സ്കാൻ ആവും, പക്ഷേ 2000 വരെ അങ്ങോട്ട് മിനിമം QR കോഡിൽ അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരാൾക്ക് അയച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ സ്കാൻ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ നമ്മളിത് സ്ക്രീൻഷോട്ട് എടുത്തു. നെക്സ്റ്റ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. 1613.80 നമ്മൾ പേ ചെയ്യണ സ്കാനർ എടുക്കുക. ഇതിപ്പോൾ സൂപ്പർ മണിയാണ്, ഗൂഗിൾ പേ അല്ല. സ്കാൻ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കേരള ഓപ്ഷൻ ഉണ്ട്. എങ്ങനെയാണ് സ്കാൻ ചെയ്യുക? 1613.80. കൂടുതൽ പൈസ അയക്കാനും പാടില്ല, കുറവ് അയക്കാനും പാടില്ല. കറക്റ്റ് എമൗണ്ട് അയക്കാൻ പാടുള്ളൂ. അത് നമ്മൾ പേ ചെയ്യാം. ഓക്കെ. പേ ചെയ്തതിന് ശേഷം UPI ട്രാൻസാക്ഷൻ ID, അതായത് UTR ID എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ കോപ്പി ചെയ്യാം. നമുക്കിതിൻ്റെ സ്ക്രീൻഷോട്ട് വേണ്ടി വരും അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, അത്രേ ഉള്ളൂ. അതിനുശേഷം വീണ്ടും നമ്മുടെ ലോഗിൻ പേജിൽ പോവാം. അതിൻ്റെ താഴെ പർച്ചേസ് റെസിപ്റ്റ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യാം. നോഡ് 1 അയച്ചു കഴിഞ്ഞാൽ 1613.80. പർച്ചേസ് ഡേറ്റ് 6 തന്നെ സെറ്റ് കൊടുക്കുക. UTRൻ്റെ അവിടെ നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട്, അത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നേരെ സെലക്ട് ചെയ്ത് അത് കൊടുക്കുക. ഇവിടെ പിന്നെ ബാക്കിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക, അത്രേ ഉള്ളൂ. സക്സസ്. അപ്പോൾ അവിടെ താഴെ അതിൻ്റെ വന്നു പർച്ചേസ് ചെയ്തതിൻ്റെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടോ. ഓക്കെ, ഇത്രേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് നോഡ് പർച്ചേസ് ചെയ്യുക. പിന്നെ നാളെ നമുക്കത് നാളെ അല്ല, ഒരു 2-3 മണിക്കൂറിൻ്റെ ഉള്ളിൽ മിക്കതാവും. ഇവിടെ ഫ്രാക്ഷൻ ഓൺ എന്ന് പറഞ്ഞാൽ 1 കാണിക്കും. നാളെ മുതൽ കോയിൻസ് കയറുന്നത് ഇവിടെ കാണിക്കും.